ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളിന്ന് 10ാമത്തെ വർക്കാണ് ചെയ്തത്. ഈ പൂവൊക്കെ നമ്മൾ യെല്ലോ ബോർഡൊക്കെ വെച്ചിട്ട് വെച്ച് DC സ്റ്റിച്ചാണ്. ഞാൻ കുറച്ച് തുടങ്ങിയതിന് ബാക്കി ഫില്ലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, നമ്മൾ പൂത റെഡി ആയിക്കൊണ്ടിരിക്കണേ. മഞ്ഞപ്പൂവാട്ടോ. ഇവിടെ ഈ പൂവും കൂടി ഫില്ല് ചെയ്യാണ്ട് തണ്ടൊക്കെ തുന്നാണ് കേട്ടോ. തുന്ന് ഫുള്ളാക്കിട്ടിട്ട് കാണിച്ചു തരാം. ഡേസി സ്റ്റിച്ച് നമ്മളെ 2ാമത്തെ വർക്ക് കംപ്ലീറ്റായി. ഇനി 3ാമത്തെ ഫ്ലവറും ഒന്ന് ക്ലിയർ ആക്കാൻ കേട്ടോ. നമ്മളത് 3 വർക്കും കംപ്ലീറ്റ് ആയിട്ടോ. ഇനി തണ്ട് വരക്കാണ്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തണ്ട് കാണിച്ചു തരാം. തണ്ടിന് നമ്മൾ സ്റ്റെം സ്റ്റിച്ചാണ് കേട്ടോ ഉപയോഗിക്കണേ. സ്റ്റെം സ്റ്റിച്ച് ഞാൻ ആദ്യം തുടക്കത്തിൽ സൂചി ചെയ്തിട്ട് മോൾ ഭാഗത്തൂടെ നൂലെടുത്തായിട്ടുള്ള കേട്ടോ ഞാൻ കാണിച്ചു തരാം. സ്റ്റെം സ്റ്റിച്ച് ഇത് ആദ്യം ഇവിടുന്ന് ഒരു ചെറിയ ഒരു അടിയിൽ കൂടെ ഫസ്റ്റ് നിൽക്കും. പിന്നെ നൂല് ഈ ഭാഗത്തേക്ക് ഞാൻ വീഡിയോ എടുക്കലും ഇത് കാണിക്കലൊക്കെ അവിടെ കയ്യിലിട്ടോ. ഈ ഭാഗത്തേക്ക് ആക്കിയിട്ട് ഇവിടെ കുറച്ച് ഇവിടുന്നാക്കി ഇങ്ങോട്ട് ഈ പോയിൻ്റൊക്കെ ഇങ്ങനെ വലിച്ചായിട്ട് ഇങ്ങനെ വരും. അപ്പോൾ അതിങ്ങനെ നേരെ ആയി വരും. അതാണ് സ്റ്റെം സ്റ്റിച്ച്. നമ്മളെ ഒരു ഫ്ലവറിനുള്ള സ്റ്റെമ്മ് ശരിയായിട്ടുണ്ട്. ഒരു കമ്പ് ഇനി മറ്റേ 2 കമ്പ് കൂടി കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. നമ്മളെ ഫ്ലവറിൻ്റെ 2ാമത്തെ തണ്ട് ഇതാ ഫില്ലായി കഴിഞ്ഞിട്ട് 3ാമത്തെ തണ്ടുണ്ട്. അതും കൂടി കംപ്ലീറ്റ് ആക്കി നമ്മളെ ഫ്ലവർ ഇല്ല നടുവിലൊരു ചെറിയൊരു ഇത് കൂടി വരാണ്ട് കേട്ടോ. ഓക്കേ, ഇതങ്ങനെ ഈ ഫ്ലവർ ഫുള്ളായിട്ട് ഇനി ചെറിയൊരു പണിയും കൂടിയിട്ട് അതിനെ ഫില്ലാക്കിയിട്ട് കാണിച്ചത് എന്താണ് അതിൻ്റെ പണി എന്നുള്ളത് നോക്കിയിട്ടോ. നമ്മളെ അങ്ങനെ ഞാൻ പറഞ്ഞ സർപ്രൈസ് നടുവില പുള്ളില്ല വെച്ചതാട്ടോ. നല്ല ചെറിയത് എങ്ങനെയുണ്ട് നമ്മളെ ഡേസി സ്റ്റിച്ചിങ്, സ്റ്റെം സ്റ്റിച്ചിങ് ബ്യൂട്ടിഫുള്ളായി. 3:30 തൊട്ട് 4:40 വരെ ഞാനത് വർക്ക് ചെയ്ത് കേട്ടോ. എന്തെങ്കിലും മിസ്റ്റേക്കോ തുന്നിയിൽ എന്തെങ്കിലും ഫാൾട്ടൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, ടാറ്റാ.